ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് IPOസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഇന്ന് ക്ലോസ് ആവുന്ന 5 IPOs ഉണ്ട്. അതായത് വെള്ളിയാഴ്ച നോർമലി നമുക്കറിയാം നോർമലി ഒരു IPO 2 IPO ഒക്കെയാണ് മാക്സിമം ഒരു വീക്കിൽ വരാറ്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച വന്നത് 5 IPOസുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. വൈകുന്നേരം വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഞാൻ ആക്ച്വലി പറയാൻ പോകുന്നത് ഞാൻ ഏതൊക്കെ IPOs ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെ നോക്കാം, അതിൻ്റെ ഒരു ജസ്റ്റ് ഓവർവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ നോർമലി റെക്കമെൻഡേഷൻ കാരണം ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സെബി റൂൾസിന് അഗേൻസ്റ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ ഫൈനാൻഷ്യൽ അഡ്വൈസർ ഒന്നല്ല. സോ നോർമലി മ്യൂച്വൽ ഫണ്ടിന് ഇഷ്യൂ ഇല്ല, പക്ഷെ എന്നാലും നമ്മളങ്ങനെ നോർമലി അഗേൻസ്റ്റ് പോകാറില്ല. ഞാൻ ആക്ച്വലി എനിക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിങ്ങൾക്ക് NISM സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവരുടെ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ പറയാം. നമ്മുടെ സെബിയുടെ അവരായിട്ട് ടൈപ്പ് ഉള്ളതുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് സംഭവമൊക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മെൻസിൽ. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മുമ്പ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി നമ്മൾ കാണിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി IT വർക്ക് ചെയ്യുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ PGയിലാണ് ഞാൻ പിന്നെ ഫൈനാൻസിൽ എടുത്തത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഫൈനാൻഷ്യൽ സെക്ടറിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതിന് മുമ്പ് നമ്മൾ IT സെക്ടറിലായിരുന്നു. അതുകൊണ്ടാണ് നോർമലി ഞാൻ ടെക്കും ഫൈനാൻസിൻ്റെയും വീഡിയോസും കാണാനൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് 3 ചാനലുണ്ട്, കാണാത്തവരെ പോയി കണ്ടു നോക്കാം. ഞാൻ 3 ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പുതിയ ചാനലാണ് GHH വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫുള്ളി ടെക്ക് സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവരെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യട്ടെ. നമ്മുടെ ബാക്കി 2 എൻ്റെ ഈ മെയിൻ ചാനലിൽ നമ്മൾ ടെക്കും ഫിനാൻസും രണ്ടും ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ചാനലിൽ ഫുൾ ഫിനാൻസ് ആണ്. അപ്പോൾ 3 സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മൾ എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, gmg.banksupportort. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് സിബിൽ സ്കോർ നോക്കണമെങ്കിലോ അല്ലെങ്കിൽ ലോൺ അപ്ലൈ ചെയ്യണോ ഒക്കെ നമ്മുടെ റെഫർ ലിങ്ക് ആയിട്ട് നമ്മളതിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കാലം ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. മറക്കണ്ട, എല്ലാ ലിങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന 5 IPOസിനെ കുറിച്ചാണ്. വേഗം തന്നെ പറയാം. ഞാൻ ആക്ച്വലി കാലത്ത് തന്നെ ഈ വീഡിയോ ഇടാൻ മെയിൻ അതാ കാരണം. അപ്പോൾ ട്രാൻസ്റെയിൽ ലൈറ്റ്നിങ് അതിൻ്റെ IPO വരുന്നുണ്ട്. അതുപോലെ തന്നെ DAM ക്യാപിറ്റൽ അഡ്വൈസറിൻ്റെ IPO വരുന്നുണ്ട്. മമത മെഷീനറിൻ്റെ IPO വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺകോഡ് എൻവിറോ സിസ്റ്റത്തിൻ്റെ IPO വരുന്നുണ്ട്. പിന്നെ സന്താൻ ടെക്സ്റ്റൈൽ IPO വരുന്നുണ്ട്. പിന്നെ ഒരു NSE വരുന്നുണ്ട്. NSE നോർമലി അധികം റീറ്റെയിൽ ആൾക്കാരൊന്നും അപ്ലൈ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എമൗണ്ട് വരും, ഹൈ എമൗണ്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നോർമലി IPOയിൽ നമുക്ക് ഒരു ലോട്ടിന് എല്ലാത്തിനും മാക്സിമം ഒരു 15,000 രൂപ മതി അപ്ലൈ ചെയ്യാൻ. IPO എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ പറയാം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് പറയാം. അതായത് നമ്മൾ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലെ ലിസ്റ്റ് ചെയ്യുന്നതാണ് IPO എന്ന് പറയാം. അതിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടാണ് പുതിയത് വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ NFO എന്നും പറയും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ IPO എന്ന് പറയുന്നത് നോർമലി ആൾക്കാർ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് IPO. എന്താ വെച്ചാൽ നമുക്ക് ഈസിലി ഇപ്പം അത്യാവശ്യം നല്ല കമ്പനി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ IPO അപ്ലൈ ചെയ്തിട്ട് നമുക്ക് IPO കിട്ടിക്കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് നമ്മൾ കോട്ട് ചെയ്ത പ്രൈസിനെക്കാട്ടും ചിലപ്പോൾ കൂടുതലായിരിക്കും കോട്ടാവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടും. അതായത് ചിലപ്പോൾ നമ്മൾ 15,000 രൂപയ്ക്കായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ ലിസ്റ്റ് ആവുന്നത് 20,000 രൂപയ്ക്ക്. അതായത് ഓരോ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടിയിട്ടായിരിക്കും ലിസ്റ്റ് ആവുക. അപ്പോൾ നമുക്ക് 5,000 രൂപ ലാഭം, അപ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ 5,000 രൂപ ലാഭം കിട്ടി. അപ്പോൾ അത് അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലീഗലായിട്ട് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേ ഓഫ് മെത്തേഡിന് വേണമെങ്കിൽ പറയാൻ IPO. പക്ഷേ ഇപ്പം കിട്ടാൻ ഭയങ്കര പാടാണ്. ലക്ക് ഉണ്ടായാലും തന്നെ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അത്ര അധികം സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഞാൻ എല്ലാ IPOസും അപ്ലൈ ചെയ്യാറുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ 50% ഒക്കെ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഫുൾ ലക്ക് വേണം സാധനം കിട്ടണം കേട്ടോ. അതാണ് നമ്മൾ പറയാൻ വരാൻ കാരണം. അപ്പോൾ ഇതിലും അത്യാവശ്യം നല്ല എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ GMP ഉള്ളത്. നോർമൽ ആൾക്കാർ ഈ GMP നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യാറ്. GMP എന്ന് പറഞ്ഞാൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം. അതായത് അതിൻ്റെ ഡിമാൻഡ്, ഗ്രേ മാർക്കറ്റിലുള്ള അതിൻ്റെ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മമത മെഷീനറി IPOനാണ്. അതായത് അത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൈസ് 243 ആണ്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം വന്നിരിക്കുന്നത് 260 രൂപയാണ്. അപ്പോൾ അതായത് അത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് 243 രൂപ പ്ലസ് 260 രൂപ. അപ്പോൾ അത്രയും ലാഭം വരും. അതുകൊണ്ടാണ് അതിന് ഇപ്പം നല്ലൊരു ഡിമാൻഡുള്ളൊരു IPO എന്ന് പറയാൻ കാരണം. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് DAM ക്യാപിറ്റൽ അഡ്വൈസർ IPO, അതുപോലെ തന്നെ ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് IPO. ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ 3 ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് IPO, അതുപോലെ തന്നെ DAMS ക്യാപിറ്റൽ അഡ്വൈസർ IPO, മമത മെഷീനറി IPO. പിന്നെ വരുന്നത് കോൺകോഡ് എൻവിറോ സിസ്റ്റം ഉണ്ട്, സന്താൻ ടെക്സ്റ്റൈൽ IPO ഉണ്ട്. അതിന് കുഴപ്പമില്ലാത്ത GMP ഒക്കെ ഉണ്ട്. ഒരു 40 രൂപ എന്നൊന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഇതിൻ്റെ ഞാനിത് ഓരോരുത്തരുടെയും ഇതിൻ്റെ ടോട്ടൽ സംഭവങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് IPOൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ IPO ഡീറ്റെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. IPOന്റെ ഓപ്പൺ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 19-ാം തീയതിയാണ്. IPO ക്ലോസ് ഡേറ്റ് ഇന്നാണ് 23 ഡേറ്റ് ആണ്. അതുപോലെ തന്നെ അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്നത് 24-ാം തീയതിയാണ്. റീഫണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ IPO കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ഇനീഷ്യേഷൻ വരുന്നത് 26-നാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് ആവുന്നത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് 26-ആണ്. IPO ലിസ്റ്റിംഗ് ഡേറ്റ് 27-ആണ് കേട്ടോ. ഈ പറഞ്ഞ 5 ഈ സെയിം ഡേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. എന്ന് വെച്ചാൽ സെയിം ആയിട്ട് വന്ന IPO ആയതുകൊണ്ട് തന്നെ അതിന്റെ ലിസ്റ്റിംഗ് ഡേറ്റും സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ലൈൽ ലൈറ്റിംഗ് IPOന്റെ GMP ഗെയിൻ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 41% ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മുടെ IPOന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫേസ് വാല്യൂ വരുന്നത് ₹2 പെർ ഇക്വിറ്റി ഷെയറിലാണ് വരുന്നത്. അതുപോലെ തന്നെ IPO പ്രൈസ് ബാൻഡ് 410 to 432 വരുന്നത് കേട്ടോ. ഇഷ്യൂ സൈസ് വരുന്നത് 838 കോടിയാണ് അതിന്റെ ഇഷ്യൂ സൈസ്. IPOന്റെ ലിസ്റ്റിംഗ് ഇഷ്യൂ സൈസ്. ഫ്രഷ് ഇഷ്യൂ അതിൽ വരുന്നത് 400 കോടിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഇത് IPO ലിസ്റ്റിംഗ് വരുന്നത് BSEയിലും വരുന്നുണ്ട്, NSEയിലും വരുന്നുണ്ട്. പിന്നെ റീറ്റെയിൽ കോട്ട നോട്ട് മോർ ദാൻ 35% ആണ്. അതുപോലെ തന്നെ QIB കോട്ടയും നോട്ട് മോർ ദാൻ 50% ആണ്. അതുതന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ കാര്യമായിട്ട് എന്താ പറയാനുള്ളത്, അതിന് ഓൾറെഡി അതിൻ്റെ ഡേറ്റും ലിസ്റ്റിംഗ് ഡേറ്റും സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ പറയാൻ കാരണം ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന IPO ഇതാണ് കേട്ടോ. ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ മമത മിഷനറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമത മിഷനറിക്ക് ഓൾമോസ്റ്റ് 260 രൂപയാണ് ഇപ്പോൾ GMP വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ലാഭം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കിട്ടിക്കഴിഞ്ഞാൽ എന്നാൽ കിട്ടാൻ കുറച്ച് പാടാതെ വേറെ കാര്യം. അത്യാവശ്യം നല്ല സബ്സ്ക്രിപ്ഷൻ ഉണ്ട് സാധനത്തിന്. IPOന്റെ ഓപ്പൺ ഡേറ്റ് വന്നിട്ടാണ് 19-ാം തീയതിയാണ്. IPO ക്ലോസ് ഡേറ്റ് 23-ആണ്. ഫേസ് വാല്യൂ വരുന്നത് ₹10 പെർ ഇക്വിറ്റി ഷെയറിലാണ്. IPO പ്രൈസ് ബാൻഡ് വരുന്നത് 230 to 243-ആണ്. പിന്നെ ഇഷ്യൂ സൈസ് വരുന്നത് 179 കോടിയാണ് കേട്ടോ അതിൻ്റെ ഇഷ്യൂ സൈസ് വരുന്നത്. പിന്നെ NSEയിലും BSEയിലും ഞാൻ രണ്ടെണ്ണത്തിൽ എംപ്ലോയി ഡിസ്കൗണ്ട് ഉണ്ട്. അതിന് എംപ്ലോയി ആണെങ്കിൽ ₹12 പെർ ഷെയർ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അത് ചില കമ്പനിക്കാർ കൊടുക്കാറുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഒരു ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 14,823 രൂപ വേണം. അത് നിങ്ങൾക്ക് എത്ര ലോട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. അത് വേറെ കാര്യം. അതിൽ 61 ഷെയർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. അതായത് നമ്മൾ ഇഷ്യൂ വരുന്ന പ്രൈസിന് 61 ഷെയർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ ഷെയറിന് നമുക്ക് ഇപ്പോൾ 260 രൂപ വെച്ചിട്ട് ഇൻക്രിമെന്റ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 260 × 61 രൂപ അത്രയും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതാണ് പറയുന്നത്. നോർമലി ഇപ്പോൾ എല്ലാ ആൾക്കാരും ഈ സംഭവം ഒരു ക്വിക്ക്ലി ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ട് IPO ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കും ആൾക്കാർ കൂടിയത് കൊണ്ട് തന്നെ ഇത് പ്യൂർലി ലക്ക് ബേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ കിട്ടാൻ ഭയങ്കര പാടാ. മിക്ക ആൾക്കാർക്കും ഫുൾ റീഫണ്ട് എപ്പോഴും. പിന്നെ നമ്മൾ പറയാൻ പോകുന്നതാണ് സന്താൻ ടെക്സ്റ്റൈൽ. അതിൻ്റെ GMP പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 10% നമുക്ക് ലിസ്റ്റിംഗ് വരാനുള്ള ചാൻസ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ ഡേറ്റും സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് കേട്ടോ. പക്ഷേ ഫേസ് വാല്യൂ വരുന്നത് ₹10 പെർ ഷെയർ ആണ്. അതുപോലെ തന്നെ IPOന്റെ പ്രൈസ് ബാൻഡ് വരുന്നത് 305 രൂപ അപ് ടു 321 ആണ് പെർ ഷെയറിന് വരുന്നത്. ഇഷ്യൂ സൈസ് 550 കോടി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ ആകുമ്പോൾ 400 കോടിയും വരുന്നുണ്ട്. അത് വ്യത്യാസം വരുന്നത് BSEയിലും NSEയിലും വരുന്നുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ഒരു ലോട്ടിൽ 46 കിട്ടുക. 14,766 രൂപയാണ് ഒരു ലോട്ട് എൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ വരുന്നത് ഡാം ക്യാപിറ്റൽ അഡ്വൈസർ ആണ്. ഡാം ക്യാപിറ്റൽ അഡ്വൈസർ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് 3 ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത് ₹2 പെർ ഷെയർ ആണ് വരുന്നത്. അതുപോലെ തന്നെ 269 രൂപ ടു 253 രൂപ പെർ ഷെയർ ആണ് IPO പ്രൈസ് ബാൻഡ് വരുന്നത്. ഇഷ്യൂ സൈസ് 740 കോടിയാണ് കേട്ടോ. അതുപോലെ തന്നെ NSEയിലും BSEയിലും വരുന്നുണ്ട്. പിന്നെ ഒരു ലോട്ടിൽ നമുക്ക് 53 ഉണ്ടായിരിക്കും. 14,999 രൂപ നമുക്ക് വേണം. എന്നാലും നമുക്ക് ഒരു ലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എത്ര ലോട്ട് വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് മമത അവിടെ പോയി. ട്രാൻസ്ഫർ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. പിന്നെ കോൺകോഡ് എൻബ്രോസിസ്റ്റ് ആണ്. അതിന് നമുക്ക് GMP വന്നിരിക്കുന്നത് 40 രൂപയാണ് കേട്ടോ. 40 രൂപ. പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല. അത് ഞാൻ ചെയ്തിട്ടുമില്ല. അത് ഞാൻ ചെയ്യുന്നുമില്ല. 6% നമുക്ക് ലിസ്റ്റിംഗ് വരാനുള്ള ചാൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് IPOന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 5 രൂപ പെർ ഷെയർ ആണ് ഇക്വിറ്റി ഷെയർ വരുന്നത്. ഫേസ് വാല്യൂ പ്രൈസ് ബാൻഡ് 665 രൂപ ടു 700 രൂപ ആണ് പ്രൈസ് പെർ ഷെയർ വരുന്നത്. അപ്രോക്സിമേറ്റ് ഇഷ്യൂ സൈസ് വരുന്നത് 500 കോടിയാണ്. ഫ്രഷ് ഇഷ്യൂ വരുന്നത് 175 കോടിയാണ് കേട്ടോ. അതുപോലെ തന്നെ NSEയിലും BSEയിലും വരുന്നുണ്ട്. ഒരു ലോട്ടിൽ നമുക്ക് 21 കിട്ടുക. 14,721 രൂപയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ 5 പറഞ്ഞാൽ
ട്രാൻസ്ലേയിൽ പറഞ്ഞു, ഡാം ക്യാപിറ്റൽ പറഞ്ഞു, മമത മെഷീനറി പറഞ്ഞു, കോൺകോഡ് ഇൻവെസ്റ്റ് സിസ്റ്റം പറഞ്ഞു, സന്താൻ ടെക്സ്റ്റൈൽ പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതും 3 ബാക്കി 2 ഞാൻ സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാം ഞാൻ നോർമലി IPOസിൻ്റെ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം സെബിയുടെ റൂളുണ്ട്. നമുക്ക് ആക്ച്വലി ഫൈനാൻഷ്യൽ അഡ്വൈസർ ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സ്റ്റോക്കിനാണ് വേണ്ടത്. ഇതും സ്റ്റോക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യാറില്ല. അതുകൊണ്ടാണ് എത്ര കാലം IPOസിൻ്റെ വീഡിയോസ് ഒന്നും കാര്യങ്ങളും ചെയ്യാറ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ എനിക്ക് നമ്മുടെ സെബിയുടെ സൈഡിൽ നിന്നുള്ള നമ്മുടെ NISM സർട്ടിഫിക്കേഷൻ ഫോർ മ്യൂച്വൽ ഫണ്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആക്ച്വലി ഞാൻ ഇതിൻ്റെ ലൈസൻസ് കൊടുക്കാനുള്ള ഒരു പുറപ്പാട്. നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ജാമൻസിൽ. അതിന് മുമ്പ് ഞാൻ IT ഫീൽഡിലായിരുന്നു. ഇപ്പോൾ അത് മാറിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡിഗ്രി സംഭവം എൻ്റെ ക്വാളിഫിക്കേഷൻ സംഭവമൊക്കെ ഓൾറെഡി നിങ്ങൾ പണ്ട് വീഡിയോ കാണാറാണെങ്കിൽ അറിയുന്നതായിരിക്കും. അതുപോലെ അല്ലെങ്കിൽ ഞാൻ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും എല്ലാത്തിലും ഞാൻ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ 3 ചാനലുണ്ട്. 3 ചാനലും നമ്മൾ ഫൈനാൻസും ടെക്കും ആണ്. വെച്ചാൽ നമ്മുടെ മെയിൻ ചാനൽ ഇതാണ്. ഇതിൽ നമ്മൾ ഫൈനാൻസും ടെക്കും ചെയ്യുന്നുണ്ട്. 2ാമത്തെ ചാനൽ ഫുൾ ഫൈനാൻസ് ആണ്. 3ാമത്തെ ചാനൽ ഫുൾ ടെക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പ്രൊഫഷണലി അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീൽഡിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ചുമ്മാ നമ്മൾ എന്താ പറയുക നേരം പോക്ക് ഡെയിലി വ്ളോഗ്സ് അപ്പുറത്തെ വീട്ടിൽ സംഭവിക്കുന്നത് ഇപ്പുറത്തെ വീട്ടിൽ സംഭവിക്കുന്ന പരിപാടി എന്നല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്താ വെച്ചാൽ മലയാളികൾക്ക് പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയും. ഇപ്പോൾ റീസെൻ്റ്ലി യൂട്യൂബിനൊക്കെ സർവേ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ചാനൽസിനും അതുപോലെ തന്നെ ടെക് ചാനൽസിനും ഫൈനാൻസ് ചാനൽസിനൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് കേരളത്തിലാണ്. ആർക്കും വേണ്ടാത്തത് എന്തെങ്കിലും പണി വരുമ്പോഴോ പിന്നെ തന്നെ കുറിച്ച് അന്വേഷിച്ച് വരുള്ളൂ. എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് ചാടി ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പും സംഭവങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഡെയിലി വ്ളോഗ്സിനും അതുപോലെ തന്നെ അങ്ങനെ കണ്ട കുതിര സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഇതിൻ്റെ ചാനൽസിലാണ്. എന്ന് വെച്ചാൽ അതിലാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് വരുന്നത്. എന്ന് വെച്ചാൽ ഫുള്ള് നമ്മുടെ എന്താ പറയുക ഗെയിമിങ്ങും അങ്ങനത്തെ ഉടായ്പ പരിപാടികൾ ഫുള്ള്. എന്ന് വെച്ചാൽ ഈ ഗെയിമിംഗ് കളിച്ചുള്ള ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന അപ്പം തന്നെ സാധനം സൈബർ ക്രൈം ഫ്രീസ് ചെയ്തോളും, പേടിക്കണ്ട. അപ്പോൾ ഇതുപോലെ കുറേ എന്ന് വെച്ചാൽ ഈ കമ്പനികൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇവരെ തന്നെയാണ്. എന്ന് വെച്ചാൽ അവർക്കറിയാം അവരുടെ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ ടാർഗറ്റ് ബേസ് അവരുടെ എന്താ പറയുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നോർമലി നമ്മുടെ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ വ്യൂവർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം വ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ കമ്പനിക്കാർക്ക് അറിയാം ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വ്യൂവേഴ്സൊക്കെ എത്ര ഇതുള്ളതാണ് അല്ലെങ്കിൽ IQ ഉള്ളതാണ് അല്ലെങ്കിൽ എത്ര വിവരമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആരെ പിടിച്ചാൽ ആർക്കൊക്കെ അവർക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായിട്ട് തന്നെ ഇരിക്കണോ അല്ലെങ്കിൽ എന്ത് ഇമ്പ്രൂവ് ആണോ? ഞാൻ പറഞ്ഞത് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഈ സീരിയലിന് പകരമൊക്കെ ഈ വ്ളോഗ് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതെനിക്ക് തോന്നാം മിക്ക ആൾക്കാരും ചുമ്മാ വെറുതെ ഇരിക്കുന്നവരൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഫുൾ കാണുന്നത്. ഇത് ഫുള്ള് കാണാമെന്നെല്ലാം പറയണത്. എന്തെങ്കിലും പ്രശ്നമായിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് വരുന്നുണ്ട്. എനിക്ക് എത്ര കമന്റ് പറഞ്ഞാൽ ഇത് കുറവ് ഇതുപോലെ ഫ്രോഡിൽ പെട്ടിട്ട് ഇതുപോലെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ലിസ്റ്റ് വരുന്നത്. പിന്നെ എന്തൊരു ചെയ്യാൻ പറ്റും? അതിന് മുമ്പ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് മുമ്പ് ഒരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിന് പിന്നാലെ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടക്കിടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇഷ്ടം പോലെ നമുക്ക് കമന്റ് വന്നിട്ടുണ്ട്. അവരുടെ ഗെയിം കളിച്ചിട്ട് അതുപോലെ തന്നെ കളർ ട്രേഡിങ് ചെയ്തിട്ട് അതൊക്കെ ഫ്രോഡ് പരിപാടിയാണ് കേട്ടോ. അക്കൗണ്ട് ഫ്രീസായി. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഒരു കാര്യമില്ല. ഇത് കഴിഞ്ഞിപ്പോൾ പണി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അനുഭവിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ നോർമലി ഇപ്പോൾ സ്റ്റോക്സിൻ്റെ റെക്കമെൻഡേഷൻ വീഡിയോസ് സംഭവം നമ്മൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് അഗെയിൻസ്റ്റ് റൂളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നതാണ്, നമ്മൾ ക്വാളിഫൈഡ് ആണ്, അതുപോലെ നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, അത് വേറെ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഓൾറെഡി ഇപ്പോൾ സർട്ടിഫൈഡ് ആണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് നമ്മളിടയ്ക്ക് എന്നാലും ഞാൻ അങ്ങനെ പൊതുവെ ഞാൻ ചെയ്യണമെന്ന് മാത്രം അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ പൊതുവെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കിട്ടും അത് നമുക്ക് ഫുള്ളി എന്ത് സർട്ടിഫിക്കേഷൻ ഉണ്ടായാലും നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിനെ എന്താ പറയുക 100% ആയിട്ട് എന്താ പറയുക നമുക്ക് എന്താ പറയുക ഒരു പ്രവചനം ചെയ്യാനൊന്നും പറ്റില്ല. അതെന്ത് ക്വാളിഫൈഡ് ആൾക്കാരായാലും എന്ത് സംഭവമായാലും. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കോടീശ്വരനാവെന്നൊക്കെ പറഞ്ഞു വരുന്നത് കൂടായ്പ ആൾക്കാർ. അത് കണ്ട് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇപ്പോൾ ചാനൽസ് നോർമൽ സാധാ വീഡിയോയിൽ വ്ളോഗ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഡെയിലി ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നവരും അങ്ങനത്തെയൊക്കെ ഇപ്പോൾ ഫൈനാൻസ് കണ്ടന്റ് ഇട്ടിട്ട് വരുന്നുണ്ട്. വെച്ചാൽ അവർക്ക് അതൊരു പകുതി പ്രൊമോഷൻസ് ആയാലും വീഡിയോയിൽ നോക്കി അറിയാം, പകുതിയിലും പ്രൊമോഷൻസ് ഉണ്ടായിരിക്കും. ഇൻഷുറൻസിൻ്റെ ഈ സംഭവമൊക്കെ വെച്ചാൽ കമ്പനികൾക്ക് വേണ്ടത് ആൾക്കാർ എത്ര അതിൽ പോയി പെടണം എന്നാണ്. അല്ലാണ്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള ആൾക്കാർ പോയിട്ട് കറക്റ്റായിട്ടുള്ള സംഭവത്തിൽ വേണമെന്ന് അവർക്ക് ഇല്ല. അവർക്ക് ലാഭം കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാരെ പഠിക്കുന്നത്. അവർക്കാണ് കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളതെന്ന് അവർക്കറിയാം. അപ്പോൾ എനിക്കും ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഗെയിമിംഗ് അടക്കം വരുന്നുണ്ട്. എന്താ പറയുക നമ്മുടെ ചീട്ടുകളിയുടെ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം ഇഷ്ടം പോലെ വരുന്നുണ്ട്.
ഞാൻ മുമ്പും ഇതിന്റെ ലൈവായിട്ടുള്ള നമ്മുടെ സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുള്ളതാണ്. നമ്മൾ അങ്ങനത്തെ കുറേ പരിപാടി എടുക്കാറില്ല. എന്താ വെച്ചാൽ എൻ്റെ ഇത് പറയാൻ ജോലിയും സംഭവം ഒന്നല്ല, നമ്മളിത് ഒരു എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോർമലി പ്രൊമോഷൻസ് ആളൊന്നും ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും അത് ഞാൻ എടുത്ത് പറഞ്ഞത് കുറച്ച് പേര് ചോദിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇങ്ങനത്തെ പ്രൊമോഷൻ സംഭവങ്ങളൊന്നും കാണാൻ അല്ലെന്ന് വെച്ചിട്ട് കുറച്ച് പേര് വീഡിയോ കമന്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക. 2 മെയിൻ ചാനൽസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്മളൊരു പുതിയത് തുടങ്ങിയതായിരുന്നു ടെക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് പോലെ അടിച്ചാൽ മതി. അടുത്ത വീഡിയോ കാണാം. ബൈ.